മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പവർ ഗ്രൂപ്പ് ഇല്ല, അങ്ങനൊരു കാര്യം നടക്കുമോ, അസാധ്യമാണ് തുടങ്ങിയ പ്രതികരണങ്ങളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ ഭാഗത്തുണ്ടായത്. എന്നാൽ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ സംവിധായകൻ പ്രിയനന്ദനൻ പറയുന്നത്. 2004-ൽ പൃഥ്വിരാജ് നായകനായ തന്റെ സിനിമ ഇല്ലാതാക്കിയത് ഇത്തരം ഒരു പവർ ലോബിയാണെന്നും പ്രിയനന്ദനൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സിനിമാ മേഖലയിൽ എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന തുല്യത ഉറപ്പാക്കണം. ഇത്തരം ശക്തി കേന്ദ്രങ്ങളെ മറികടക്കുകയാണ് വേണ്ടതെന്നും പ്രിയനന്ദനൻ പറയുന്നു. സർ നമസ്കാരം. അതായത് വലിയ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വലിയൊരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, പവർ ഗ്രൂപ്പ് എന്നുവാണെങ്കിൽ വേറെ ഏത് ഗ്രൂപ്പാണോ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് 2004 എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മെയിൻ സ്ട്രീമിലൊരു ഒരു സംവിധായകനായിരുന്നില്ല. അപ്പോൾ നെയ്ത്തുകാരൻ എന്ന് പറയുന്നൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രശസ്തമായ, കാരണം MT സാറിൻ്റെയൊക്കെ ഒരു കഥ എടുത്തിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട് അത് മന്ദാരപ്പൂവല്ലേ എന്ന് പറയുന്നൊരു സിനിമയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ 6 ദിവസത്തെ ഷൂട്ടിങ് നടന്നപ്പോഴാണ് പറയുന്നത്, പിന്നെ പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരാളും അഭിനയിക്കില്ല, നിങ്ങൾ ഈ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ആ ഗ്രൂപ്പിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ജീവിതമാണല്ലോ ശരിക്കും നഷ്ടപ്പെടുന്നത്. ഒരു സിനിമ കൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് വലുതാണ്, ബാക്കിയുള്ള ആളുകൾക്കല്ല, അത് മുടക്കിയവർക്കല്ല. എത്ര ദിവസത്തെ അധ്വാനമായിരുന്നു എന്നാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. മലയാളത്തിലെ പ്രമുഖ നടന്മാർ ഉൾപ്പെടെ പറയുന്ന അത്തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാളത്തിലില്ല, അത് ഒരു സാങ്കല്പികം മാത്രമാണെന്നാണ് അവരിപ്പോൾ പറയുന്ന ഒരു ആരോപണം. അത് ഞാൻ പറയുന്നത് മമ്മൂക്കെ പോലുള്ള ഒരു നടൻ്റെ അടുത്തോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ അടുത്തോ പവർ ഗ്രൂപ്പിന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പം എന്നെപ്പോലെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന വളരെ അപൂർവമായിട്ട് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരുടെ അടുത്താണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് നുണയല്ലല്ലോ. ഈ അതിലത്തെ പാട്ടുകളാണ്. നിങ്ങൾ ഷബാസ് അമ്മനോട് ചോദിക്കൂ, ആർക്ക് വേണ്ടി, ഏത് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പുഴയും സന്ധ്യകളും എന്ന് പറയുന്ന പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഒരാളെ വളർത്താനും തളർത്താനും ശേഷിയുള്ള ഒരു ശക്തി കേന്ദ്രം മലയാള സിനിമയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ മറികടക്കലാണ് നമ്മളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതൊരു സമയത്ത് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പിനെ മറികടക്കാനാണ്. ഞാൻ അതിനുശേഷം സിനിമ ചെയ്തു. അതിനുശേഷം മലയാള സിനിമയിൽ നമ്മളൊരു അടയാളം കയ്യൊപ്പവും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിനെ മറികടക്കാൻ പറ്റണം. അങ്ങനെ വരുന്നൊരു സംഭവത്തിൽ നമ്മൾ കരഞ്ഞ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഉണ്ടാവാനുള്ളൂ. തോറ്റു പോകരുത്. ഒരു ഗ്രൂപ്പിനെ നമ്മളെ തളർത്താൻ പറ്റില്ല. തോറ്റു പോരുന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വലിയ ആരോപണങ്ങളാണ് മലയാള സിനിമയിലെ പ്രമുഖ നടിമാർ ഉൾപ്പെടെ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ഉള്ള ആ ഒരു പഴയകാല ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അല്ല, ഞാൻ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടാത്ത ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്ന ഒരു മേഖല, ഞാൻ ഏറ്റവും പുതിയ മനുഷ്യർ, വിദ്യാസമ്പന്നരായ കുട്ടികളും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ തുല്യമായിട്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീക്കും പ്രവർത്തിക്കാനുള്ള സ്വതന്ത്രമായിട്ട് നിലപാട് പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കരുത്തുണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതല്ലാതെ അവരെ നമ്മൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങളങ്ങനെ പിന്നോക്കം പോകണം, നിങ്ങൾ മിണ്ടരുതെന്നും പറയുന്നത് ശരിയല്ല. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് തൻ്റെ സിനിമയ്ക്ക് നേരെയും ഇത്തരത്തിലുള്ള ഒരു അധികാര ഗ്രൂപ്പിൻ്റെ ഒരു ധ്വംസനം ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് തൻ്റെ ഭാവി പോലും ഇല്ലാതായതെന്നാണ് പ്രിയനന്ദനൻ മീഡിയ വണ്ണോട് പങ്കുവെക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം സജു തോമസ്, മീഡിയ വൺ.